IAS ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിച്ചു. ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പിണറായി സർക്കാരിന്റെ കാലത്ത് മാധ്യമങ്ങളോട് അനുമതിയില്ലാതെ സംസാരിച്ചതിനും സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്നീ കുറ്റങ്ങളുടെ പേരിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥനായ അശോകിനെ സസ്പെൻഡ് ചെയ്തത്. 9 സസ്പെൻഷനാണ് പ്രശാന്തിനെതിരെ ഉണ്ടായിരുന്നത്. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബി അശോകിനെയും എൻ പ്രശാന്തിനെയും കഴിഞ്ഞ സർക്കാർ സസ്പെൻഡ് ചെയ്തത്. എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി ഇപ്പോൾ 2.5 വർഷത്തോടടുക്കുകയാണ്. ബി അശോക് കഴിഞ്ഞ 1.5 മാസത്തിലേറെയായി സസ്പെൻഷനിൽ കഴിയുന്നു. LDF സർക്കാരിന്റെ ഭാഗമായിരുന്ന ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരെയും രൂക്ഷമായി വിമർശിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബി അശോകിനെതിരെയും പ്രശാന്തിനെതിരെയും നടപടി സ്വീകരിച്ചത്. മാധ്യമങ്ങളിലടക്കം സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുമായി ബി അശോക് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. LDF സർക്കാർ മാറി പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയാൽ ഇരുവർക്കുമെതിരെയുള്ള അച്ചടക്ക നടപടി പുനഃപരിശോധിക്കുമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും VD സതീശൻ സർക്കാർ 2 പേരുടെയും സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. മേലുദ്യോഗസ്ഥരെയും സർക്കാരിന്റെ തലവനെയും മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും രൂക്ഷമായി വിമർശിക്കുക എന്നത് ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനമെന്നുള്ള നിലയിലാണ് ഇരുവരുടെയും സസ്പെൻഷൻ ഇപ്പോൾ പിൻവലിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.